അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, നമ്മൾ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി വളരെ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞു. അതിനകത്തൊന്നും ആർക്കും ഒരു സംശയമില്ല, ഒരു പ്രോബ്ലവും ഇല്ല, അത് ഓക്കെയാണ്. കാരണം അത് മെജോറിറ്റി എല്ലാ ചർച്ചും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിന് വിരോധമായിട്ടുള്ളത് ആരാ? യഹോവ സാക്ഷി പോലുള്ള, യേശുനാമക്കാരെ പോലുള്ള 1-2 ഹെറസി സെറ്റപ്പേ ഉള്ളൂ. അപ്പോൾ അത് വലിയ പ്രശ്നം വരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്തുണ്ടായിരുന്നു, ഒരു പ്രീ എറ്റേണൽ കൗൺസിലിനെ പറ്റി പറഞ്ഞു. ജസ്റ്റ് മനസ്സിലാക്കാൻ, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ അല്ലേ. അതിൻ്റെ അകത്തൊന്നും ആർക്കും ഒരു സംശയമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് എന്തുണ്ട്, ഒരു എലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ എലക്ഷൻ ഉണ്ടെന്ന് പറയുന്നതിനകത്തിലും എന്തില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. എലക്ഷൻ ഉണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു റിഫോംഡ് ചർച്ചുകൾക്ക് ആർക്കും എന്തില്ല, എലക്ഷൻ ഉണ്ടെന്ന് പറയുന്നതിനകത്തിൽ ഒരു പ്രശ്നമില്ല. എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എന്തുണ്ട്, എലക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ആ എലക്ഷൻ കണ്ടീഷൻ്റെ ബേസിലായിരുന്നോ അൺകണ്ടീഷണലായിട്ടാണോ എന്നുള്ള കാര്യത്തിൽ എന്തുള്ളൂ, കാലാകാലങ്ങളായി നടക്കുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഡോക്ട്രിനൽ എന്ന് പറഞ്ഞ ഒരു തർക്കമെന്ന് പറയുന്നത് ആ എലക്ഷൻ അൺകണ്ടീഷണലാണോ കണ്ടീഷണലാണോ എന്നായിരുന്നു ഉള്ളത്. അപ്പം നമ്മൾ കണ്ടു, നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ പ്രീ എറ്റേണിറ്റിക്കൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ലൂസിഫർ വീഴാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളായിരുന്നു. ആ കാരണം എന്തായിരുന്നു, നമ്മൾ കണ്ട എന്തായിരുന്നു, അത് പ്രൈഡായിരുന്നു അല്ലേ. സാറേ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ് കേട്ടോ, ബാക്കി എല്ലാവരും യൂസ്ഡാ, സാറ് ആദ്യം ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്നെന്തായിരുന്നു, ലൂസിഫർ വീഴാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളായിരുന്നു. വേറെ ഒന്നിലും ലൂസിഫറിന് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിനോടോ ദൈവത്തിൻ്റെ ആബ്സല്യൂട്ട് പവറിനോടോ ഒന്നും ലൂസിഫറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ലൂസിഫറിന് ആകെ ഒരൊറ്റ സ്കോപ്പേ ഉള്ളായിരുന്നു. എന്തായിരുന്നു, ലൂസിഫർ ഉള്ള കഴിവുകളെ ലൂസിഫറിന് എന്തുണ്ടാവുക, പ്രൈഡ് തോന്നുക എന്നുള്ള ഒറ്റ സ്കോപ്പേ ഉള്ളായിരുന്നു. പക്ഷേ ലൂസിഫർ എന്ത് ചെയ്തു, അതിൽ വീണു. അപ്പോൾ അങ്ങനെ ഇരുന്നു. കാലാകാലങ്ങൾ കഴിഞ്ഞപ്പം ദൈവം എന്തുണ്ടാക്കുക, മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം മനുഷ്യനെ ഉണ്ടാക്കുമ്പം ഷൈനി ചേച്ചി ഇന്ന് കുറേ ഹെൽപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ, പടന്ന് വായിച്ച് അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുമ്പം എഫെസ്യ ലേഖനം 1:4 എടുത്ത് ചേച്ചി ഒന്ന് വായിച്ച്. മനുഷ്യനെ ഉണ്ടാക്കുമ്പം ദൈവത്തിന് മേക്ക് ഷുവർ ചെയ്യണം, ബിക്കോസ് ദൈവം എന്ത് ചെയ്തു, മനുഷ്യനെ അത്ര സ്നേഹിച്ചു. മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നു, റിഡീം ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനാണ് എന്ത്, സാൽവേഷൻ. അപ്പം മനുഷ്യനെ ദൈവം അങ്ങനെ കളയവല്ല. ലൂസിഫർ വീണപ്പോൾ എന്ത് ചെയ്തു, ദൈവം റിഡംഷൻ പ്ലാനൊന്നും ഉണ്ടാക്കിയില്ല. ലൂസിഫറിനെ എന്ത് ചെയ്യാൻ, തിരിച്ച് ആ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയില്ല. പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ദൈവം എന്തുണ്ടാക്കി, മനുഷ്യനെ ഒരു റിഡംഷൻ പ്ലാൻ ഉണ്ടാക്കി. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ എന്താ, നമ്മളിപ്പം ഭൂമി ജീവിക്കുന്നതല്ല ദൈവത്തിന് നമ്മളെ പറ്റിയിട്ടുള്ള എന്ത് പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എറ്റേണലായി ജീവിക്കുന്നതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അവിടെ നമ്മളുടെ യഥാർത്ഥ പ്ലാനിൽ ചെല്ലുമ്പം ലൂസിഫർ വീണ പോലെ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ ഈ ഒരൊറ്റ സ്കോപ്പ് ഒഴിവാക്കിയിട്ട് വേണം നമ്മളെ ഇവിടെ കൊണ്ടുചെല്ലാൻ, എറ്റേണിറ്റിയിലോട്ട് കൊണ്ടുചെല്ലാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എഫെസ്യർ 1:4 വായിച്ച്, നോക്കി അത്രയും മതി. നാം അവനിൽ എന്താകേണ്ടതിന്, വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മളെ എന്ത് ചെയ്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ എന്ന് പറയുമ്പോൾ ആരിൽ, ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെ എന്തിനാ തിരഞ്ഞെടുത്തത്, വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. അതായത് പ്രൈഡ്ലെസ് ആയിട്ട് നമ്മളാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മളെ പറ്റിയിട്ടുള്ള പർപ്പസ് എന്തായിരുന്നു, ഇത് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. ഈ ഒരൊറ്റ സ്കോപ്പേ ലൂസിഫറിനുള്ളായിരുന്നു, അതിൽ പുള്ളി വീണു. അപ്പം നമ്മളെയും ഇതില്ലാതെ ഫ്യൂച്ചർ എറ്റേണിറ്റിയിൽ കടത്താൻ വേണ്ടി പാസ്റ്റ് എറ്റേണിറ്റിയിലെ എന്ത് ചെയ്തു, ദൈവം തീരുമാനിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്തേ ഇപ്പം വായിച്ചത്. അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ദൈവം എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കേസിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു 2 വാദങ്ങൾ വന്നു. ഒന്ന് എന്തായിരുന്നു, ഒന്ന് കണ്ടീഷണലും 2 അൺകണ്ടീഷണലും എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആക്ച്വലി അങ്ങനെ വലിയ സ്ട്രഗിൾ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആളുകൾക്ക് പലർക്കും പല ആസ്പെക്ട്സും പല കാഴ്ചപ്പാടുകളുമാണല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിലാണ് എന്നെ എലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ആസ്പെക്റ്റ് മതി എനിക്ക് എന്ത് ചെയ്യാൻ, ഇവഞ്ച്വലി പ്രൈഡിൽ ലാൻഡ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ലോജിക്കലി ചിന്തിക്കുമ്പം തന്നെ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് വരുന്നത് എന്താണ്, അൺകണ്ടീഷണലാണ്. ഇപ്പം രക്ഷ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തരാൻ എൻ്റെ ഒരു
ഡിസിഷൻ, ഞാൻ എടുക്കേണ്ടുന്ന ഒരു ഡിസിഷൻ ദൈവം എനിക്ക് അതിനുള്ള ഫ്രീഡം തന്നു എന്ന് ഞാൻ വിചാരിച്ചാൽ ആ ഡിസിഷനിൽ ഞാൻ എന്ത് ചെയ്യും? പ്രൈഡ് എടുക്കും, അല്ലേ? ഇപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ കോസ്കോയിൽ പോയി. അപ്പോൾ കോസ്കോയിൽ പോയിട്ട് നമ്മൾ ഇതില്ലേ നമ്മുടെ കാർട്ട് ഞാൻ തിരിച്ച് വണ്ടിയിൽ സാധനം കൊണ്ടുവച്ചിട്ട് 2 വണ്ടിക്ക് അപ്പുറത്താണ് മറ്റേ ശരിക്കും കാർട്ട് കൊണ്ടിടേണ്ട ഏരിയ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തൊട്ടപ്പുറത്തെ ഏരിയയിൽ വേറെ ഒരു കാർട്ട് വെറുതെ കിടക്കുന്നു. അപ്പോൾ ചുമ്മാ ഞാൻ ഇത് ഉരുട്ടി അതുകൂടെ കയറ്റി ഇങ്ങനെ അവിടെ കൊണ്ടിട്ടു. അടുത്ത 5 മിനിറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെന്നേ ഉള്ളായിരുന്നു. എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എന്തൊരു നന്മ ചെയ്തു എന്നുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിൽ വരും. നമ്മളെന്തോ ആൾക്കാർ ഇറസ്പോൺസിബിളായിട്ട് ഇട്ടിട്ട് പോയപ്പോൾ നമ്മളത് നേരെ കൊണ്ടിട്ടു എന്നുള്ള ഒന്നുമില്ല. എനിക്കറിയാം, ഞാൻ കനേഡിയൻ, നമുക്കറിയാം ഇതൊന്നുമില്ല, നമ്മൾ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടൊന്നും എടുത്തൊന്നും അല്ലെന്നറിയാം. പക്ഷെ സ്റ്റിൽ നമ്മളെന്തോ ഒരു സാധനം ചെയ്തു എന്നുള്ള ഒരു സാധനം ഒരു 5 മിനിറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. നിസ്സാരം അത്രയും സാധനത്തിന് പ്രൈഡ് എടുക്കുന്നതാണ് എൻ്റെ ഈ ജഡമെങ്കിൽ, രക്ഷ പോലത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം എൻ്റെ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവച്ചാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ പ്രൈഡ് എടുക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ദൈവത്തിന് എന്നെ നേടണമെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ലാതെ എന്നെ തിരഞ്ഞെടുത്തെങ്കിലേ എന്തുള്ളൂ, ദൈവത്തിന് സ്കോപ്പുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് എല്ലാവർക്കും എന്താവത്തില്ല, കൺവിൻസിങ് ആവത്തില്ല. അപ്പം ബിബ്ലിക്കലി നമ്മൾ ഇറങ്ങിച്ചെന്ന് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് അൺകണ്ടീഷണൽ ആയിരിക്കണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്ന്. പക്ഷേ കണ്ടീഷണൽ വാദികൾ നമ്മളതിന് അനുവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ കണ്ടീഷണൽ സാധനം നമ്മൾക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പം ഈ കണ്ടീഷണലായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവർ പറയുന്ന സാധനം 2 കാര്യങ്ങളിലാണ് നമ്മൾ ബൈബിൾ മനസ്സിലാക്കുമ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മനുഷ്യൻ എന്തുണ്ടായിരുന്നു? ഫ്രീ വില്ല്, അല്ല? ഈ അർമേനിയനിസ്റ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്രീ വില്ല് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ നോക്കി ഇവിടെ മനുഷ്യൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, മനുഷ്യൻ എന്തുണ്ട്? ഫ്രീ വില്ലുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയ ദൈവം ഉണ്ടല്ലേ? ദൈവത്തിന് എന്തുണ്ട്? സോവർണിറ്റി ഉണ്ട്. ദൈവത്തിന് സോവർണിറ്റി ഇല്ലെന്ന് ഇവിടെ ആരെങ്കിലും കണ്ടീഷണൽ ഇലക്ഷനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? റിജു അല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പം എല്ലാവരും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, ആസ് ലോങ് ആസ് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ദൈവത്തിൻ്റെ പരമാധികാരം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വെദർ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തിരഞ്ഞെടുത്താലും പ്രവൃത്തി കൊണ്ടല്ലാതെ തിരഞ്ഞെടുത്താലും ദൈവത്തിന് എന്തുണ്ട്? പരമാധികാരമുണ്ട്. അറ്റ് ദ സെയിം ടൈം കണ്ടീഷണൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യം, മനുഷ്യന് ഫ്രീ വില്ല് ദൈവം കൊടുത്തു. ആ ഫ്രീ വില്ലിൻ്റെ പാർട്ടായിരുന്നു ദൈവത്തെ വേണോ വേണ്ടായോ എന്ന് ചൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ബിബ്ലിക്കൽ കോൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫ്രീ വില്ലെന്ന് പറയുന്നത് ആബ്സലൂട്ട് ഫ്രീ വില്ലല്ല മനുഷ്യനുള്ളത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എയും ബിയും എന്നുള്ള 2 ഓപ്ഷൻ കൊടുത്താൽ എ ചൂസ് ചെയ്യണോ ബി ചൂസ് ചെയ്യണോ എന്നുള്ള ഫ്രീ വില്ല് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അത് വിട്ടിട്ട് പോയിട്ട് സി ചൂസ് ചെയ്യാൻ മനുഷ്യൻ എന്തില്ല? നമുക്ക് വില്ല് ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയിലാക്കി വെച്ചിട്ട് ദൈവം ഈ ഫ്രീ വില്ലെന്ന് പറയുന്ന സാധനം ബേസിക്കലി ഗോഡ് സോവർണിറ്റിയിൽ ലിമിറ്റഡ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അനുവദിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവം എയും ബിയും തന്നിട്ട് പറയുക നീ ഒരെണ്ണം സെലക്ട് ചെയ്തോടാ മോനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിൽ എനിക്ക് എന്തുണ്ട്? ഫ്രീ വില്ല് ഉണ്ട്. അതിന് വിട്ടിട്ട് ദൈവം തരാത്ത ഒരു സാധനം ചൂസ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി എൻ്റെ ഫ്രീ വില്ല് എന്തിൻ്റെ അണ്ടറിലിരിക്കുന്ന സാധനമാണ്? ഗോഡ് സോവർണിറ്റിയുടെ താഴെ ഇരിക്കുന്ന. ആദാമിനെ ദൈവം ഏതെനിലാക്കി വെച്ചിട്ട് ദൈവം അല്ലേ അവിടെ പഴം കൊണ്ടുവച്ചേ? അല്ലേ? ദൈവം അവിടെ വെച്ചില്ലായിരുന്നെങ്കിൽ ആദാം എന്തെങ്കിലും പഴം കഴിക്കുമായിരുന്നു? ദൈവം ആദാമിനെ പഴം കഴിക്കാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ആദാം പഴം കഴിക്കുമായിരുന്നു? അതെന്തോ ദൈവത്തിന് ആദാമിനെ പഴം കഴിപ്പിക്കാതിരിക്കാനുള്ള അധികാരം ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ഓഫ് ദൈവമേ തെറ്റി. ദൈവത്തിന് പരമാധികാരമുണ്ടെങ്കിൽ മനുഷ്യൻ എന്തല്ല? ആബ്സല്യൂട്ട് ഫ്രീ വില്ലല്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന ലിമിറ്റിൽ മാത്രമേ മനുഷ്യൻ എന്തുള്ളൂ? ഫ്രീ വില്ലുള്ളൂ. ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആണെങ്കിൽ ഇതിനെ ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മറ്റേ ഫിസിക്സിലോട്ടുള്ള തിയറി ഒന്നും പറയുകയല്ല, പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറയും. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അൺസ്റ്റോപ്പബിൾ ഫോഴ്സ്. ഇതെന്താ സാധനം?
അൺസ്റ്റോപ്പബിൾ ഫോഴ്സ്. അടുത്തത് ഇമ്മൂവബിൾ ഒബ്ജക്റ്റ്. ഇതൊരു പാറയാണെന്നങ്ങ് വിചാരിക്കേ. ഓക്കെ, ഇതെന്താണ്? ഇമ്മൂവബിൾ ആണേ. അപ്പം ഇതെന്താണ്? അൺസ്റ്റോപ്പബിൾ ഫോഴ്സാണ്. അപ്പം അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ പോയിട്ട് ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ ഈ പാറ എന്ത് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഫോഴ്സ് പോയിട്ട് ഈ പാറ ഇടിച്ചിട്ട് ഇത് ശരിയാ ഇമ്മൂവബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ്, ഈ കാറ്റ് ഇവിടെ എന്ത് ചെയ്യണം, നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അൺസ്റ്റോപ്പബിൾ ആണ്, അത് സ്റ്റോപ്പബിളായി മാറി. ഇനി അഥവാ ഈ ഫോഴ്സ് പോയിട്ട് ഇതിനെ ഇടിച്ച് ഇത് മൂവ് ആയാൽ ഇത് ശരിയായി, പക്ഷേ ഇത് ഇമ്മൂവബിൾ ആണോ? അല്ല, മൂവബിളായി. അപ്പോൾ ടെക്നിക്കലി അൺസ്റ്റോപ്പബിളും ഇമ്മൂവബിളും ഒരേ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇത് മൂവബിൾ ആയിരിക്കണം, ഇത് അൺസ്റ്റോപ്പബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പബിൾ ആയിരിക്കണം, ഇത് ഇമ്മൂവബിൾ ആണെങ്കിൽ. ഇതുപോലെ ആബ്സല്യൂട്ട് ഫ്രീ വില്ലും ഗോഡ് സോവർണിറ്റിയും ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന ലിമിറ്റിനകത്തിൽ എയും ബിയും സിയും ഉണ്ടെങ്കിൽ ദൈവം, ഇഫ് ഗോഡ് ലെറ്റ് യു ഡു ദാറ്റ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ദൈവം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദൈവം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു, മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആസ് ലോങ് ആസ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം അനുവദിക്കുന്ന ഓപ്ഷൻസിനെ ചൂസ് ചെയ്യാനുള്ളതിൻ്റെ മനുഷ്യൻ്റെ എന്താണ്, മനുഷ്യൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീ വില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ തലയ്ക്കകത്ത് വേണം. നമ്മൾ ഇത് പഠിക്കുമ്പം കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ എലക്ഷൻ ആണോ നമ്മൾ പഠിക്കുമ്പം ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഗോഡ് സോവർണിറ്റി ആണ് എന്ത്, ഏറ്റവും മുകളിൽ. മനുഷ്യൻ്റെ ഫ്രീ വില്ല് അതിന് താഴെയുള്ളൂ. അപ്പം നമ്മുടെ ആൾക്കാർ പൊതുവേ പറയും ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, അങ്ങ് ഫ്രീ വില്ല് കൊടുത്തു, പിന്നെ മനുഷ്യനായിരുന്നു എന്ത് ചെയ്യുന്നേ, വേണോ വേണ്ട എന്നൊക്കെ ചൂസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഓപ്ഷൻസ് കൊടുത്തത് ആരാ? ദൈവമാ. ദൈവം കൊടുക്കാത്ത ഒരു ഓപ്ഷനും ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി ഗോഡ് സോവർണിറ്റി ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി കണ്ടീഷണൽ എലക്ഷൻ്റെ ആൾക്കാർ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, മാൻസ് ഫ്രീ വില്ല് എന്തിൽ ലിമിറ്റഡ് ആണ്, ഗോഡ് സോവർണിറ്റിയിൽ ലിമിറ്റഡാണ്. അപ്പം മാൻസ് ഫ്രീ വില്ലിന് മുകളിൽ നിൽക്കുന്നത് ഗോഡ് സോവർണിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ഈ എന്നാ പറയുന്നത്, കണ്ടീഷണൽ ആൾക്കാർ പറയുന്ന പോലത്തെ ഫ്രീ വില്ല് മനുഷ്യൻ എന്തും ചെയ്യാനുള്ള ഫ്രീ വില്ലല്ല. ഗിവൺ ആൻ ഓപ്ഷൻ, ആ ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള ഫ്രീ വില്ലാണ്. ഈ ഫ്രീ വില്ലെന്നൊക്കെ പറയുന്നത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു മിത്ത് സാധനമാണ് ഈ ഫ്രീ വില്ലെന്ന് പറയുന്നത് പോലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിംഹം പുല്ല് കഴിക്കാനുള്ള ഫ്രീ വില്ല് സിംഹത്തിനുണ്ടല്ലേ. സിംഹത്തെ ആരെങ്കിലും വടിയും കൊണ്ട് നിൽക്കുകയാണോ പുല്ല് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട്? പക്ഷേ ബയോളജിക്കലി സിംഹം എന്താണ്, പുല്ല് കഴിക്കത്തില്ല. സിംഹം കഴിക്കുന്ന അതിൻ്റെ അപ്പറ്റൈറ്റ് എന്തിലാണ്, അതിൻ്റെ ബയോളജിക്കലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിലാണ് അല്ലേ. അപ്പോൾ ഫ്രീ വില്ല്, സിംഹത്തിന് ഫ്രീ വില്ലുണ്ട് കഴിക്കാൻ. പക്ഷേ നമ്മൾ എന്തോരം കാര്യങ്ങളിൽ ലിമിറ്റഡ് ആണെന്ന് ചോദിക്കുക. ബയോളജിക്കലി നമ്മൾ ലിമിറ്റഡാണ്, കൾച്ചറലി ലിമിറ്റഡ്. ഉദാഹരണം പറയാം, നമ്മുടെ അപ്പറ്റൈറ്റ് നോക്കിയാൽ നമ്മൾ പാമ്പിനെ കഴിക്കത്തില്ല അല്ലേ. അത് ഫ്രീ വില്ല് ഇല്ലാത്തതുകൊണ്ടാണോ നമ്മൾ കഴിക്കാത്തത്? പക്ഷേ ബയോളജിക്കലി, കൾച്ചർ വൈസ്, നമ്മുടെ ജോഗ്രഫിക്കലി ഒക്കെ നമ്മൾ എന്താണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ എഗെയിൻ കംപ്ലീറ്റ് ഫ്രീ വിൽ എന്നൊരു സാധനമില്ല. എഗെയിൻ ആബ്സലൂട്ട് ഫ്രീ വിൽ എന്നൊരു സാധനം മനുഷ്യൻ ഒരു കാലത്തും ഇല്ല. മനുഷ്യൻ ആബ്സലൂട്ട് ഫ്രീ വിൽ ഉണ്ടെങ്കിൽ ഗോഡ് കനോട്ട് ബി സോവർ. മനുഷ്യന് എന്തും ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ ആ തലത്തിൽ ദൈവത്തിന് എന്തില്ല, പവർ ഇല്ലെന്നായിപ്പോയതിനർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം പരമാധികാരമുള്ള ദൈവമാണെന്ന് നമ്മളെങ്ങനെ പറയുന്നത്? അപ്പോൾ അവിടെ അങ്ങനെ പറയുന്നവരുടെ ഉള്ളിൽ ദൈവമേ പൊളിഞ്ഞു, പിന്നെ നമ്മൾ ബാക്കി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ്റെ ഫ്രീ വില്ലൊക്കെ ഉണ്ട് ശരി, മനുഷ്യന് ദൈവം കൊടുത്ത ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാം. പക്ഷേ ആ ഫ്രീ വില്ലിന് മുകളിലാണ് ദൈവത്തിൻ്റെ പരമാധികാരം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇനിയാണ് വരുന്നത് എന്ത്, കണ്ടീഷണലും അൺകണ്ടീഷണലും എന്നുള്ള രണ്ട് വാദങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ മനുഷ്യനെ ദൈവം ചൂസ് ചെയ്താൽ ആ കണ്ടീഷൻ എന്തായി മാറും, പ്രൈഡായിട്ട് മാറും. അപ്പോൾ നോക്കി, ഇവർ പറയുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് സാൽവേഷനെ പറ്റി പറയുമ്പം ആർക്കും, കണ്ടീഷണൽ ഉള്ളവർക്കും അൺകണ്ടീഷണൽ ആൾക്കാർക്കും, ഈ കണ്ടീഷണലും അൺകണ്ടീഷണലും എന്താണെന്ന് സാറയ്ക്ക് മനസ്സിലായോ? ഈ കണ്ടീഷണൽ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, വിശ്വാസത്താലാണ് എന്ത് നീതീകരിക്കപ്പെടുന്നതെന്ന് അറിയാം. അപ്പോൾ ഈ കണ്ടീഷണൽ ആൾക്കാർ പറയുന്നത് ദൈവത്തിൻ്റെ ഫോർ നോളജിൽ, അതായത്
ഭൂമിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഫോർ നോളജിൽ ദൈവത്തിന് അറിയാമായിരുന്നു ആരൊക്കെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും, സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരെ ദൈവം എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. അപ്പോൾ എന്തായിരുന്നു കണ്ടീഷൻ? പോസിറ്റീവായിട്ട് ഗോസ്പലിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നതായിരുന്നു കണ്ടീഷൻ. അങ്ങനെ ഉള്ളവരെ ദൈവത്തിനെല്ലാം അറിയാവുന്നതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു. അതിനെയാണ് എലക്ഷൻ എന്ന് പറയുന്നത്. ആര്? കണ്ടീഷണൽ എലക്ഷൻ്റെ ആൾക്കാർ പറയുന്നത്. അൺകണ്ടീഷണൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. എന്ത് ക്രൈറ്റീരിയയുടെയും ബേസിലല്ല ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. നോ ക്രൈറ്റീരിയ ദൈവം എന്ത് ചെയ്തു, ദൈവത്തിന് കരുണ തോന്നുന്നവരോട് ദൈവം കരുണ തോന്നി. ഇന്ന് രാജിവെച്ചാൻ പറഞ്ഞ സെയിം സാധനം നോക്കിയേ. കുശവൻ എന്ത് ചെയ്തു? ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ വരുന്നതിന് മുമ്പ് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നല്ലേ. തോട്ടിൽ പോയിട്ട് അപ്പുറത്ത് കിടന്ന മണ്ണിനും ഇപ്പുറത്ത് കിടന്ന മണ്ണിനും ഒരേ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ നേരെ കിടന്ന മണ്ണിൽ നിന്ന് നടുക്കൂന്ന് ഒരു പിടി വാരിയപ്പം ആ നടുക്കത്തെ മണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ? സോ മണ്ണിൻ്റെ പ്രത്യേകതയല്ല. കുശവൻ എവിടുന്ന് വാരണമെന്ന് കുശവൻ തീരുമാനിച്ചു. കുശവന് വാരൻ്റെ അടുത്തു നിന്ന് കുശവൻ എന്ത് ചെയ്യുന്നു, വാരുന്നു. ആ വാരിയ കൂട്ടത്തിൽ നമ്മളെ ദൈവം പെടുത്തിയത് കരുണ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. അപ്പം നോക്കി, ഇനി കണ്ടീഷണലിൻ്റെ വേറൊരു പ്രശ്നം എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 3-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്നാൽ ഇപ്പോൾ കൃപയാൽ, നമ്മൾ 3-4 വാക്കുകൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? കൃപയാൽ സൗജന്യമായിട്ടാണ് എന്ത് നീതീകരിക്കപ്പെടുന്നത്. ഈ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ അല്ല. എന്ത് കണ്ടീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷ എന്താവുന്നില്ല, സൗജന്യം ആവുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കുന്നത് കൃപയാണോ? ഈ സെയിം സാധനം, ഇതേ വാക്യം റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്, മറ്റേത് പഠിക്കുന്നതിന് മുമ്പ്. കണ്ടീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നില്ലെന്നറിയാവോ? ഈ വാക്കിന് ഒരു അർത്ഥവുമില്ലാതായിപ്പോവും. ഏത് വാക്കിന്? ഗ്രേസ്. കൃപയ്ക്ക് പിന്നെ എന്തില്ല, അർത്ഥമില്ല. ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചതിന് കിട്ടുന്ന റിവാർഡ് മാത്രമാണ് എന്ത്? രക്ഷ, സാൽവേഷൻ. അപ്പം ഗ്രേസ് മാറി റിവാർഡായി. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഏബൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഒന്ന് പണിയെടുത്തിട്ട് ഏബലിന് ഞാൻ 5 രൂപ കൊടുത്തിട്ട് മോനെ കൃപയാണെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? പണിയെടുത്തതിന് റിവാർഡ് കൊടുക്കുന്നതിന് അതിന് പറയുന്ന കൂലിന്നാണ്. മനസ്സിലായോ? അപ്പം ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ദൈവം എന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതെന്തായി മാറി? അത് ഫ്രീ അല്ല, റിവാർഡായി മാറി. അപ്പം ഗ്രേസിന് അവിടെ എന്തില്ല. അപ്പം നമ്മൾ റോമാലേഖനത്തിൽ അടിസ്ഥാനമായിട്ട് പറയുകയാണ് കൃപയാൽ സൗജന്യമായി. ആ 2 വാക്ക് നമ്മൾ മാറ്റേണ്ടി വരും കണ്ടീഷണൽ ഇലക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? കണ്ടീഷണൽ ഇലക്ഷനിൽ പോവുകയാണെങ്കിൽ കൃപയും മാറി, സൗജന്യവും മാറി. ഞാൻ വിശ്വസിച്ചിട്ട് എനിക്ക് ഫ്രീ ആയിട്ടാണോ തരുന്നേ? എനിക്ക് ഫ്രീ ആയിട്ടല്ല എന്നെ നീതീകരിക്കുന്നത്. ബിക്കോസ് ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നീതീകരിക്കുന്നത്. അപ്പോൾ പിന്നെ സൗജന്യമാണെന്ന് എങ്ങനെ പറയുന്നത്? സൗജന്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ നിൽക്കുമ്പോൾ എനിക്ക് തരുന്നതിൻ്റെ പേരാണ് എന്ത്? ഫ്രീ, സൗജന്യം. അപ്പം ഞാൻ വിശ്വസിച്ചിട്ട് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രീയും ഈ ഗ്രേസ് എന്നുള്ള സാധനം വിട്ടാൽ ബൈബിള് പിന്നെ നമ്മൾ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സാറാണ് അദ്ദേഹം. ഇപ്പോഴും എൻ്റെ ആക്റ്റീവായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഋജുവിനൊക്കെ അറിയാം, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സാറാണ് പുള്ളി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ ലൈക്ക് ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്ക് ഭയങ്കര ജ്ഞാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും പുള്ളിയുടെ വാക്കുകൾ ഈ കൃപ ലാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർക്ക് പറ്റി ഇതേ പ്രശ്നമാണ്. ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് തരാൻ ഇന്ന് ലോകത്തൊരു യഹൂദ റബിയെക്കാട്ടിലും വലിയ ആരെങ്കിലും ഉണ്ടോ രാജിവെച്ച്? നമ്മളൊക്കെ എത്ര തലകുത്തി ഇന്നാലും ക്രൂട്ട് ഷ്രൈനറിനെ പോലുള്ള ഒരു യഹൂദ റാബായിയെ കൊണ്ടുവന്നാൽ, യാക്കൂബ് ഇസ്ഹാക്കിനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അവരുടെ 7 അയലത്തെത്തത്തില്ല നമ്മൾ ന്യായപ്രമാണം വ്യാഖ്യാനിച്ചാൽ. ബിക്കോസ് അവരുടെയാണ് ന്യായപ്രമാണം, ദൈവം അവർക്ക് കൊടുത്തതാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും മശിഹായെ കാണാൻ പറ്റിയിട്ടില്ല. അവർക്ക് കൃപ എന്താണെന്ന്, ഈ ഗ്രേസ് എന്താണെന്ന് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. സോ ഗ്രേസിന് വെളിയിൽ വന്നിട്ട് നമ്മൾ എന്തൊക്കെ തലകുത്തി നിന്ന് നോക്കിയെന്ന് പറഞ്ഞാലും എന്തില്ല, കാര്യമില്ല. അപ്പോൾ കണ്ടീഷണൽ ഇലക്ഷനിൽ പോയാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ, അത് റിവാർഡായി മാറുന്നു. അപ്പോൾ തന്നെ ഗ്രേസിന് പുറത്തു പോകുന്നു, കൃപയ്ക്ക് എന്തില്ല, സ്ഥാനമില്ലാതായി പോകുന്നു. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ്റെ ബേസിലല്ല എന്ത്. രണ്ടാമത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഇവഞ്ച്വലി എന്തിലേക്ക് ലീഡ് ചെയ്യും,
പ്രൈഡിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാം സാറ വിശ്വസിച്ചില്ല, അതുകൊണ്ട് സാറ എടുത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചു. അതാരാ വിശ്വസിച്ചത്? ഞാനാ വിശ്വസിച്ചത്. അതുകൊണ്ട് എനിക്കെന്തുണ്ട്? പ്രശംസിപ്പാൻ വകയുണ്ട്. ഓക്കെ, അപ്പം ഇനിയും അപ്പം വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? അപ്പോൾ വിശ്വസിക്കണ്ടേ? വിശ്വസിച്ചാലല്ല, വിശ്വാസത്താലാണ് എന്ത് നീതീകരണം സംഭവിക്കുന്നത്. വിശ്വസിക്കണ്ടേ? ഓക്കെ, അപ്പം വിശ്വാസത്തെ പറ്റി ബൈബിൾ എന്താ പറയുന്നത് നോക്കിയാൽ, ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസം ആര് തരുന്ന? ഇത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. ആര് തരുന്നത്? അല്ല, അത് വരുന്നത് വിശ്വാസം വരുന്നേ. പക്ഷെ വിശ്വാസം എന്താണ്? ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. മനസ്സിലായോ? അപ്പം ദൈവം എനിക്ക് തരുന്ന ദാനമാവുമ്പം അപ്പുറം രാജിവെച്ചാൽ ദൈവം ദാനം കൊടുക്കാഞ്ഞതിനകത്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ദൈവം ഇത് തന്നത് എന്താണ്? കൃപയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് കൃപ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. അത് മറ്റൊരാളോട് തോന്നിയില്ല, എന്നോട് തോന്നി. എൻ്റെ പോയിന്റ് അയാളോട് തോന്നാത്തത് എന്താണെന്നല്ല, എൻ്റെ പോയിന്റ് ഇത് എന്നോട് എങ്ങനെ തോന്നി എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബഗ് ചെയ്യുന്ന പോയിന്റ്. എൻ്റെ പോയിന്റ് സനോയെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്നുള്ളത്, തിരഞ്ഞെടുത്തിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, എന്നുള്ളത് ഞാൻ എന്തിനാണെന്ന് പറയാകുന്നത്. അത് ദൈവവും സനോയും തമ്മിൽ തീർക്കേണ്ട പോയിന്റാണ്. എൻ്റെ പോയിന്റ് എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന്. ഒരിക്കൽ എനിക്ക് തോന്നുന്നു മക്കാർത്തറാണോ സ്പ്രൗളോ ആരോ ഒരാളോട് എന്തുകൊണ്ട് ദൈവം ഈ യേശാവിനെ തിരഞ്ഞെടുത്തില്ല എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത്, എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ കൺഫ്യൂഷൻ എന്തിനാണ് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തതെന്നുള്ളതിനകത്താണെന്ന് പറയുന്നത്. കാരണം മാനുഷികമായിട്ട് നോക്കിയാൽ തിരഞ്ഞെടുക്കപ്പെടാൻ എല്ലാ യോഗ്യതയുമുള്ള ആളാരാ? യേശാവാ. ജ്യേഷ്ഠാവകാശം ആർക്കാ? യേശാവിനാ. പക്ഷേ അറിയില്ല, ദൈവം തിരഞ്ഞെടുത്തു. യേശു കർത്താവ് നമ്മൾ പറയുന്ന മുടിയനായ പുത്രനല്ലേ? നമ്മൾ പറയുന്ന മുടിയനായ പുത്രൻ, ബൈബിൾ പഠിപ്പിക്കുന്ന പ്രൊഡിഗൽ സൺ, ഇളയ മകനല്ലേ? ഇളയ മകനെ നോക്കിക്കുക, അവകാശം കൊടുക്കേണ്ടത് ആർക്കാ? മൂത്ത മകനാ. മൂത്ത മകൻ അപ്പം പറയുന്ന എല്ലാം കേട്ട് വീട്ടിൽ നിന്ന് അപ്പം പറയുന്ന പോലെ പണിയെടുത്തുകൊണ്ട് നിൽക്കുക. ഇളയ മകൻ പോയി എല്ലാ പാപത്തിലും വീണ് നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു സോറി പറയുന്നേ പോലും അപ്പം കേൾക്കാതെ മുദ്ര ഊതി അവൻ്റെ കയ്യിലിടുക. ഇത് ആർക്ക് കൊടുക്കേണ്ടതാ? മൂത്തവന് കൊടുക്കേണ്ടതാ. അവനാണ് ജ്യേഷ്ഠാവകാശം കിട്ടണ്ടേ. അവൻ അപ്പൻ്റെ കൂടെ വീട്ടിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. പുറത്തു പോയിട്ട് വന്നവൻ സോറി പറയുന്ന കേൾക്കാൻ പോലും നിൽക്കാതെ അപ്പം മുദ്ര ഊതി സിഗ്നറ്റ് റിങ് അവകാശം കൊടുക്കേണ്ട അവനാ ഊരി ഇവൻ്റെ കയ്യിലിടുക. എന്തിന്? അതുകൂടെ കണ്ടപ്പോൾ മറ്റവന് സഹിക്കാനേ പറ്റുന്നില്ല. എന്തിന് എനിക്കറിയില്ല. ദൈവത്തിന് കരുണ തോന്നുന്നവനോട് കരുണ തോന്നുന്നു. ഓക്കെ, അപ്പം നോക്കിക്കേ, കണ്ടീഷനിലും അൺകണ്ടീഷനിലും. ഇപ്പം നമ്മൾ പറഞ്ഞതെല്ലാം എന്തിനെ പറ്റിയിട്ടാണ്? ഈ കണ്ടീഷണൽ എലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വരുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. അപ്പം ചോദിക്കും, സ്വാഭാവികമായിട്ടും ബൈബിളിൽ കണ്ടീഷണൽ എലക്ഷനെ പോലെ സാധൂകരിക്കുന്ന വാക്യങ്ങൾ എന്തുണ്ട്? ഞാൻ ഇന്ന് അൺകണ്ടീഷണൽ എലക്ഷൻ്റെ ഒരു വാക്യം വായിക്കുന്നില്ല. ബിക്കോസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? അൺകണ്ടീഷണൽ എലക്ഷൻ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ഒത്തിരി വാക്യങ്ങൾ വായിച്ചു. അപ്പോൾ ഇന്ന് അൺകണ്ടീഷനിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. കണ്ടീഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അത് പറയാതെ പോകുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതും പറഞ്ഞ് എന്ത് ചെയ്യണം? പോകണം. ഓക്കെ, എഫേസ്യ ലേഖനം 2:8-9 വാക്യം ഒന്ന് വായിച്ചു ചേച്ചി. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത. അല്ല, 8-ാം വാക്യം വായിച്ചു. 2:8. അത് അവൻ 2:8 ആണോ? ഞാനതാ വിചാരിക്കുന്നേ. എന്താണ് കൃപയാലല്ലോ? അപ്പൊ നോക്കിക്കേ, ഈ കണ്ടീഷണൽ ഇലക്ഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തല്ല? ഗ്രേസ് അല്ല. അപ്പൊ നോക്കിക്കേ, നീതീകരണത്തിലേക്ക് വരുന്നത് ഇതല്ല, ഗ്രേസ് അല്ല. ഇവിടെ കണ്ടീഷണൽ ഇലക്ഷൻ്റെ അണ്ടർ ഈ ഗ്രേസ് ഒരു പാർട്ടേ ആവുന്നില്ല. അപ്പൊ ഇവിടെ പറയാ, നിങ്ങൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? കൃപയാലല്ലോ. വിശ്വാസം മൂലമാണ് കൃപയാൽ രക്ഷിക്കപ്പെട്ടത്. അടുത്ത വാക്ക് എങ്ങനെ പറയുന്നേ? അപ്പൊ നോക്കി, ആ വിശ്വാസം എന്താ? അത് എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അതും എന്താണ്? ദൈവത്തിന്റെ ദാനമാ. അപ്പൊ ദൈവം എന്ത് ചെയ്തു? എനിക്ക് വിശ്വാസം
മനസ്സിലായോ? അപ്പം ഞാൻ പറയാം, വിശ്വാസത്താലാണ് രക്ഷ. ഞാൻ വിശ്വസിച്ചു, സില്ല വിശ്വസിച്ചില്ല. അപ്പം വിശ്വാസം എന്നുള്ളത് എൻ്റെ പ്രൈഡാണോ? അല്ല. കാരണം ആ വിശ്വാസം എന്നുള്ള ഗിഫ്റ്റ് എനിക്ക് തന്നതാരാ? ദൈവമാ. സില്ലയ്ക്ക് അത് കൊടുക്കാഞ്ഞതാരാ? ദൈവം കൊടുത്തില്ല. ബിക്കോസ് സില്ലയോട് ദൈവത്തിന് കരുണ തോന്നിയില്ല. എന്നോട് ചോദിക്കില്ല എന്താണെന്ന് എനിക്കറിയില്ല. ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ബൈബിളിനെ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ബൈബിൾ ഓൺലി ടോക്സ് അബൌട്ട് എലക്റ്റഡ് പീപ്പിൾ. 99-100 ആടുള്ള ഒരു ഇടയൻ്റെ ഒരെണ്ണം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അത് എവിടെ നഷ്ടപ്പെട്ടെ? മരുഭൂമി വെച്ചിട്ട്. 99 എവിടെ വിട്ടു? മരുഭൂമി വിട്ടിട്ട് നഷ്ടപ്പെട്ടു. ഒന്നിൻ്റെ പുറകെ ഇടയം പോയി. മറ്റേ 99 പേരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇറ്റ്സ് ഓക്കെ. മറ്റേ 99 പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ രാജു വെച്ചാൽ? എന്താണ് കണ്ടീഷണൽ ഇലക്ഷനിലെ ആൾക്കാർ എന്താ അതിനെപ്പറ്റി സംസാരിക്കാത്തത്? എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ അണ്ടറിൽ ഒരാൾ കമൻറ്റ് ഇട്ടു. അദ്ദേഹം കണ്ടീഷണൽ ഇലക്ഷനെ പറ്റിയിട്ടാണ് കമൻറ്റ് ഇട്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ഇങ്ങനെ ലോട്ടറി എടുക്കുന്ന പോലെ എന്ത് ചെയ്യുമല്ല, ഒരാളെ തിരഞ്ഞെടുക്കുകയോ മറ്റൊരാളെ തിരഞ്ഞെടുക്കാതിരിക്കുക അല്ല, വിശ്വാസത്തിൻ്റെ ബേസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ വായിച്ചത് എന്താണ്? വിശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റ് ആര് കൊടുക്കുന്ന? വിശ്വസിക്കാതിരിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കാഞ്ഞത് കൊണ്ടല്ലേ അവന് വിശ്വസിക്കാൻ കഴിയാതിരുന്നത്. സന്തോഷമാണോ? അപ്പം പിന്നെ നമ്മൾ എന്ത് മറുപടിയാണ് അതിന് പറയുന്നത്? അപ്പോൾ യൂട്യൂബിൽ ഒരു പുള്ളി പറഞ്ഞ ഒരു കാര്യം, കണ്ടീഷനിലാണ് നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നതെന്ന്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഫ്രീയുമല്ല ഗ്രേസുമല്ല, ഇതെല്ലാം പുറത്തു പോയി. എൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനല്ല. വിശ്വാസം തരുന്നതാരാ? കർത്താവാണെന്നാണ് പറയുന്നത്. ഫിലിപ്പ് ലേഖനം 1:29 വായിച്ച്. ഫിലിപ്പ് ലേഖനം 1:29. അത് ദൈവം തന്നെ വെച്ചതാകും. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകി. നിങ്ങൾക്ക് എന്ത് നൽകിയിരിക്കുന്നു? വരം നൽകിയിരിക്കുന്നു. എന്തിനൊക്കെ? വിശ്വസിപ്പാൻ എന്ത് കിട്ടി? കഷ്ടം അനുഭവിക്കുന്നത് എന്താണ്? വരമാണ്. അപ്പോൾ ആ വരം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? കഷ്ടം അനുഭവിക്കാനും അതിനു മുമ്പ് എന്ത്? വിശ്വസിക്കാനും. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ആ വരം കിട്ടിയത് കൊണ്ടാണ്. അപ്പം മറ്റേയാൾക്ക് ആ വരം, ഈ വരം എനിക്ക് തന്നതാരാ? ദൈവത്തിന്. മറ്റേയാൾക്ക് കൊടുക്കാഞ്ഞതാരാ? എന്തുകൊണ്ട്? ദൈവത്തിന് എന്തുണ്ട്? പരമാധികാരമുണ്ട്. ഞാൻ അതിൻ്റെ അണ്ടറിൽ നിൽക്കുന്നത്. നിങ്ങൾ വാട്ട് എവർ ഫ്രീ വില്ല് പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ആൻ അബ്സല്യൂട്ട് ഫ്രീ വിൽ. എനിക്ക് തന്നിരിക്കുന്ന ഓപ്ഷനെ ചൂസ് ചെയ്യാനേ ഉള്ളൂ. ആ ഓപ്ഷൻ ചൂസ് ചെയ്യാനും എനിക്ക് പറ്റത്തില്ല. ആ വരം എനിക്ക് തന്നതാരാ? ദൈവമാണ് തന്നത്. അപ്പം നോക്കി, നമ്മളിപ്പോൾ രണ്ടിടത്ത് കണ്ടതും വിശ്വാസം ദൈവം തന്ന എന്താണ്? ഗിഫ്റ്റാണ്. അപ്പോസ്തല പ്രവൃത്തി 13:48 വായിച്ച്. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നോക്കി, ആരാ വിശ്വസിച്ചത്? നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അവിടെ ആദ്യത്തെ വാക്ക് എങ്ങനെ? ജാതികൾ ഇത് കേട്ടിട്ട് ബേസിക്കലി പൗലോസ് പോയിട്ട് എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. അപ്പം ജാതികീയമായ ഒരു നാട്ടിൽ പൗലോസ് പോയിട്ട് പ്രസംഗിച്ചപ്പം നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അല്ലാത്തവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വൈ? ബിക്കോസ് അവരെന്ത് ചെയ്തിട്ടില്ലായിരുന്നു? അവർ നിയമിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ആ സിമ്പിൾ ആസ് ദാറ്റ്. വിശ്വസിക്കാൻ ആർക്കാ കഴിഞ്ഞത്? നിയമിക്കപ്പെട്ട ആൾക്കാർക്ക്. അതല്ലാത്തവർക്ക് അവർ തലകുത്തി നിന്നാൽ അവർക്ക് പറ്റത്തില്ല. ബിക്കോസ് മാൻസ് ഫ്രീ വിൽ എപ്പോഴും ഗോഡ്സ് ഓവർനെറ്റിക്ക് എന്താണ്? താഴെയാണ്. ആ ഗോഡ്സ് ഓവർനെറ്റിയിൽ ദൈവം തരുന്ന ഗിഫ്റ്റാണ് എന്ത്? വിശ്വാസം. അപ്പോൾ വിശ്വാസം ആര് തരുന്നതാ? ദൈവം തരുന്നതാ. അപ്പോൾ ദൈവം തന്നെ വിശ്വാസം തന്നിട്ട് ദൈവം എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിനെ നമുക്ക് എന്തെന്നേ പറയാൻ പറ്റത്തുള്ളൂ? അൺകണ്ടീഷണൽ ഇലക്ഷൻ എന്നല്ലാതെ ഇതിനെ പിന്നെ എന്താ പറയുന്നത്? എനിക്ക് അതിനകത്തൊന്നുമില്ല. എന്നെ വിശ്വസിക്കാൻ പോലും എന്നെ പ്രാപ്തനാക്കിയതാരാ? ദൈവമാണ്. ബിക്കോസ് വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ജോൺ 6:44 വായിച്ച്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നെ അയച്ച പിതാവ് അപ്പൊ ആകർഷണം എവിടുന്നാ ഉണ്ടാവുന്നത്? പിതാവ് ആകർഷിക്കണം. ആ ആകർഷണം ഉണ്ടായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
വിശ്വാസം ഞാൻ എടുക്കുന്ന എഫോർട്ടാണെന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ആ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കാൻ പോലും ഞാൻ കേപ്പബിൾ അല്ലെന്നും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ നമ്മളെ എങ്ങനെ പഠിപ്പിക്കുന്നത്? വിശ്വാസം നമ്മൾ ഈ വായിക്കുന്ന വാക്യങ്ങളെല്ലാം എൻ്റെ ടോട്ടാലിറ്റി ഓഫ് ദ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? എനിക്ക് വിശ്വസിക്കാനുള്ള ദാനം, ആ ഗിഫ്റ്റ് തന്നതാരാ? ദൈവമാ. മറ്റൊരാൾക്കത് കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റാത്തത്? വിശ്വസിക്കാൻ പറ്റാത്തത്. അപ്പം അതെന്തുകൊണ്ടാണ് ദൈവം കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ, എനിക്ക് കൃപ തോന്നുന്നവനോട് എനിക്ക് കൃപ തോന്നുന്നു, എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നുന്നു. അതിനെ പറ്റിയിട്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ യാക്കോബിനെ എന്ത് ചെയ്തു? ഇത് മലാക്കി പറഞ്ഞതാണ്, പൗലോസ് എടുത്തു പറയുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തു, യേശാവിനെ തിരഞ്ഞെടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിന് ആർക്കും ഉത്തരം അറിയത്തില്ല. ഇതിനെല്ലാം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ നീതി എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. നമുക്കൊന്നറിയാം, ദൈവം എന്താണ്? നീതിമാനായ ദൈവമാണ്. ദൈവം ചെയ്യുന്ന എല്ലാത്തിനകത്തിലും ദൈവത്തിൻ്റെ നീതിയുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ എൻ്റെ ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ കണ്ടീഷണൽ ഇലക്ഷനിൽ ഇവരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ കണ്ടീഷണൽ ഇലക്ഷൻ്റെ അണ്ടർ ഈ ദൈവത്തിനെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നീതിമാനാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അൺകണ്ടീഷണൽ ഇലക്ഷനിൽ ഒരു ചോദ്യം വരുന്നില്ലേ, അതെങ്ങനെ ശരിയാകുന്നത്? ദൈവം തമ്പിയങ്ങളെ തിരഞ്ഞെടുത്തു, നിജുവിനെ തിരഞ്ഞെടുത്തില്ല, അതിൻ്റെ അകത്ത് ദൈവത്തിനൊരു പാർഷ്യാലിറ്റി ഇല്ല എന്നൊരു തോന്നൽ വരുന്നില്ലേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പാർഷ്യാലിറ്റി വരുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം വെറുതെ നിങ്ങളോട് വന്നിട്ട് പറയുക, അച്ഛൻ സനോയി എനിക്കൊരു 1000 രൂപ തന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് തോന്നും? കാരണം സനോയി എനിക്ക് തരാനില്ലാത്തടത്തോളം വെറുതെ എനിക്ക് 1000 രൂപ തന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സനോയി എനിക്കൊന്നും ചെയ്യുന്നില്ല. ദൈവം ഒരാൾക്ക് ഒരു സാധനം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എവിടെ ഇൻജസ്റ്റിസ്? ബിക്കോസ് ദൈവം അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇനി സനോയി എനിക്കൊരു 1000 രൂപ തന്നാൽ അത് സനോയിക്ക് കരുണ തോന്നുകൊണ്ട് തരുന്നു. അതിൻ്റെ അകത്ത് ആർക്കെന്താ പ്രശ്നം? റിജുവിന് തന്നില്ല, നിന്നോട് തോന്നിയില്ല, എനിക്ക് തന്നു. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് എവിടെ ഇൻജസ്റ്റിസ് എന്ന് പറ? സനോയി എനിക്ക് 1000 രൂപ തരികയും റിജുവിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്തിൽ എവിടെയാണ് ഇൻജസ്റ്റിസ്? റിജുവിന് സനോയി ഒന്നും കൊടുക്കാനില്ല, അതുകൊണ്ട് തന്നെ കൊടുക്കാതിരിക്കുന്നതിനകത്തിൽ എന്തല്ല പ്രശ്നമില്ല. എന്നോട് കരുണ തോന്നി, ഞാൻ ഒരു പാവപ്പെട്ടവനല്ലേ, അവനത് എടുത്തോട്ടെ എന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോലെ എന്നോട് കരുണ തോന്നി. അതിൻ്റെ അതിൽ നമ്മൾ എവിടാണ് ദൈവത്തിന് ഇൻജസ്റ്റിസ് എവിടാണ് ഉണ്ടാകുന്നത്? നിത്യനരകത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ദൈവം അവരെ ഡയറക്റ്റ് വിടുകയല്ല, ദൈവം അവരെ നീതിയോടെ വിധിക്കുകയാണ്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞ ഒരു വിധിയില്ലേ, ദൈവം എന്ത് ചെയ്യും? നീതിയോടെ വിധിക്കും. നല്ലത് ചെയ്തവൻ എന്ത് ചെയ്യും? നല്ലത് കൊടുക്കും. പന്നൽ ചെയ്തവൻ എന്ത് ചെയ്യും? പന്നൽ കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ, അട്ടർ ക്രൂരത ചെയ്ത ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്നത് അത്രയും ആഴമായ ശിക്ഷ ആയിരിക്കത്തില്ല വലിയ പ്രശ്നമില്ലാതെ പോയ ഒരാൾക്ക് കിട്ടുന്നത്. പക്ഷെ രണ്ടുപേരും എന്താണ്? നിത്യജീവന് യോഗ്യരല്ല. ബിക്കോസ് എന്തുകൊണ്ട്? ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും എന്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, നീതീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ പ്രവൃത്തികളുടെ ബേസിൽ ദൈവം നീതിയോടെ എന്ത് ചെയ്യത്തുള്ളൂ? വിധിക്കത്തുള്ളൂ. അവിടെയും ദൈവം അനീതിയുള്ള ദൈവം ആകുന്നില്ല. ദൈവം നീതിയോടെ വിധിക്കും. നീതിയോടെ വിധിക്കുമ്പം അവരുടെ പ്രവൃത്തികൾക്ക് ഗുഡ്നെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെ നരകത്തിൽ വിടുന്നത്. ദൈവം അപ്പോഴും നീതിമാനായി മാറുകയാണ്. സന്തോഷിച്ചാനെ വിധിക്കുമ്പോഴും മറ്റവനെ വിധിക്കുമ്പോഴും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതേ കാറ്റഗറിയിൽ ഈ 3 പേരെ തള്ളിക്കളഞ്ഞതുപോലെ ഉള്ളൂ സന്തോഷിച്ചാനും. പക്ഷെ സന്തോഷിച്ചാൻ്റെ കേസിൽ സന്തോഷിച്ചാനെ വിധിക്കാൻ വിളിച്ച് മുന്നിൽ നിർത്തുമ്പം പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നിട്ട് പുത്രൻ പറയും, സന്തോഷിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്? സന്തോഷിനെ എന്ത് ചെയ്യേണ്ടതാ? നീതിയോടെ വിധിച്ചാൽ മരണത്തിന് യോഗ്യനാണ്. പക്ഷെ ആ മരണം മറ്റൊരാൾ ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? നീതീകരിക്കുക. അതിലേക്കാണ് വരുന്നത് അല്ലേ? ഇവർക്കും വേണ്ടിയിട്ട് ദൈവം മരിച്ചതാണെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഇത് നിർത്തിയിട്ട് അടുത്തിലോട്ട് വരും. ഓക്കെ, അപ്പം റിജു പറഞ്ഞ പോയിന്റ് എല്ലാവരും ഓർത്തിരുന്നോണം. ഇവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്? ദൈവം മരിച്ചതാണ്. യെസ്, ഓക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ വാക്യം നമ്മൾ ഇവിടെ വരെയായിരുന്നു വായിച്ചത്. ജോൺ 6:65 വായിച്ച്, 6:65 കൂടെ വായിച്ച്. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. അപ്പൊ ആര് കൃപ നൽകണം? പിതാവ് കൃപ നൽകിയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ബേസിക്കലി ഇവർ ഈ പറയുന്ന കണ്ടീഷൻ ഇല്ലേ, എന്ത്? വിശ്വസിച്ചവരെയാണ് തിരഞ്ഞെടുത്തതെന്നുള്ളത്.
ആ കണ്ടീഷൻ പോലും ദൈവം കൊടുക്കാതെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം ഒരാൾക്ക് കൊടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാതിരുന്നത് ദൈവം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കണ്ടീഷൻ്റെ ബേസിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. അത് അത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ കണ്ടീഷണൽ ഇലക്ഷൻ്റെ പ്രശ്നം എന്താണ്? ഒന്ന്, അത് റിവാർഡാണ്, എന്തല്ല, ഫ്രീ അല്ല. രണ്ട്, അത് എന്തല്ല, ഫ്രീ ആകാത്തത് കൊണ്ട് തന്നെ അത് എന്തല്ല, ഗ്രേസ് അല്ല, അത് സാലറിയാണ്, കൃപയല്ല. മനസ്സിലായോ? അപ്പം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ആകയാൽ ഇപ്പോൾ കൃപയാൽ യേശുക്രിസ്തുവിൽ സൗജന്യമായിട്ട് അത്രേ നീതീകരിക്കപ്പെടുന്നത്. അത് അതിൻ്റെ ബേസ് ആയതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? തള്ളി കളയുന്നു. ഇത് നമ്മൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് സംഭവമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് തള്ളിക്കളയാൻ ഇതൊന്നും വേണ്ട. എനിക്കിത് തള്ളാൻ ഈ ഒരു ഒറ്റ ഫാക്റ്റ് മതി. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾ കഷ്ടപ്പാടിലിരിക്കുമ്പം ഒരു 100 രൂപ കൊടുത്ത് സഹായിച്ചു എന്ന് വിചാരിക്കുക. 100 രൂപ കൊടുത്ത് സഹായിച്ചു. അവരുടെ വീട്ടിൽ 4 ദിവസം കഴിഞ്ഞിട്ടൊരു പാർട്ടി നടത്തുമ്പോൾ നിങ്ങളെ വിളിച്ചില്ല, ബാക്കി ചുറ്റുമുള്ളവരെ എല്ലാവരെയും വിളിച്ചു. നിങ്ങളുടെ മനസ്സിൽ ഞാൻ 100 രൂപ കൊടുത്തിട്ടും അവൻ വിളിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്ന ഒറ്റ മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ടോ? ഒറ്റ മനുഷ്യൻ ചങ്കത്ത് കൈവച്ച് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ദൈവം എൻ്റെ കണ്ടീഷനിൽ സെലക്ട് ചെയ്താൽ എനിക്ക് പ്രൈഡ് ഉണ്ടാവത്തില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പറ്റത്തില്ല. എനിക്കതുകൊണ്ട് ദിസ് ഈസ് മോർ ദാൻ എനഫ് ഫോർ മീ ടു ഗെറ്റ് കൺവിൻസ്ഡ് ഹിയർ. കാരണം എന്തെങ്കിലും ഒരു 50 പൈസയുടെ മുട്ടായി കൊടുത്താൽ അതിൽ പ്രൈഡ് എടുക്കുന്ന ആളാണ് ഞാൻ. അത് എൻ്റെ കുഴപ്പമല്ല, ഞാൻ ജഡമാണ്. നിങ്ങൾക്ക് ആർക്കും അത് പറ്റുന്നില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ, യു വിൽ ഹാവ് ടു ഗോ ടു ഓൾ ദീസ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ബട്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്കിത് മാത്രം മതി, ഇത് തള്ളിക്കളയാൻ. എൻ്റെ എന്തെങ്കിലും കണ്ടീഷൻ്റെ ബേസിലാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ വഴിയുണ്ട്. പക്ഷേ ഈ കേസിൽ എനിക്കില്ല. എനിക്കൊന്നറിയാൻ ക്രൂഷ്യൽ, വെറുതെ എന്നെ തിരഞ്ഞെടുത്തതാണ്. എന്നെ അപ്പുറത്ത് തള്ളിയവനും എനിക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ലായിരുന്നു. എനിക്കൊന്നേ ഉള്ളൂ, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, മേരിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എല്ലാവർക്കും എന്താ ലഭിച്ചത്? കൃപ. രാഹാബിന് കൃപ ലഭിച്ചു, രൂത്തിന് കൃപ ലഭിച്ചു. എനിക്കും എന്ത് കിട്ടി? കൃപ ലഭിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കൃപയാണോ? അത് ഫ്രീ ആണ്, അതെന്തല്ല, റിവാർഡല്ല. ഈ ആസ്പെക്ട്സ് ക്ലിയർ ആണോ? അപ്പോൾ ഇനി റിജു ചോദിച്ച ഒരു ചോദ്യം അവിടെ എന്ത് ചെയ്യുകയാണ്? എന്ത് ചെയ്യുന്നു? അവിടെ കിടപ്പുണ്ട്. എന്താണ് ആ ചോദ്യം? ഇവർക്കും വേണ്ടിയിട്ടല്ലേ കർത്താവ് മരിച്ചതെന്നുള്ള ഒരു ചോദ്യം കിടപ്പ്. ഇത്രയും സാധനം നിങ്ങളൊന്ന് ഒന്ന് 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 നോക്കി. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? ഒന്ന് നോക്കി. ഇത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? സന്തോഷിച്ച എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവിടെ അതുകൂടെ ക്ലാരിറ്റി കൊടുത്തേക്കാം. നമ്മൾ പറഞ്ഞില്ലേ ഇവരുടെ കണ്ടീഷൻ എന്താണ്? ഫെയ്ത്ത് ആണല്ലേ. അതായത് വിശ്വസിക്കുന്നതാണ് ഇവർ വെച്ചിരിക്കുന്ന കണ്ടീഷൻ, ഇവർ പറയുന്ന കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ദൈവത്തിൻ്റെ എന്താണ്? വരമാണെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യന് സ്വയമേ ഇത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നുകൂടെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ദൈവം ഈ വരമെന്ന് പറയുന്ന സാധനം എന്താ? ഇപ്പോൾ എനിക്ക് കീബോർഡ് വായിക്കാനുള്ള വരം ദൈവം തന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് എനിക്കത് എന്തില്ല, വെറുതെ പോയി കീബോർഡ് കൈവച്ചാൽ വായിക്കില്ല. അപ്പോൾ എനിക്ക് ദൈവം ആ ഗിഫ്റ്റ് തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനാണ് എന്ത് വേണ്ടത്? ഗിഫ്റ്റ് വേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് കൃപ, അതായത് ഫെയ്ത്ത് എന്നുള്ളത് ഒരു ഗിഫ്റ്റായി മാറിയെന്നൂടെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടെ ക്വിക്കായിട്ട് നോക്കിയിട്ട് അപ്പം ഈ ഒരു ആസ്പെക്റ്റ് മൊത്തം ക്ലിയർ ആവുമല്ലോ. ക്വിക്കായിട്ട് നമുക്ക് നോക്കിയിട്ട് വാ. എഫേസ്യ ലേഖനം 2:1 തൊട്ട് 5 വരെ ഒന്ന് വായിച്ചേ. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു, പക്ഷെ എന്നാൽ ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ആയിട്ട് അവൻ നോക്കിയിട്ട് വാ. അപ്പം നോക്കി ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അപ്പം നമ്മൾ എന്തായിരുന്നു? നമ്മൾ ഫുള്ളി ഡെഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്ന ഒരുത്തിന് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ ഫുള്ളി ഡെഡ്. പാപത്തിൽ കംപ്ലീറ്റ്ലി മരിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഫെയ്ത്തിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്? എന്നിൽ ഒരു ഗുഡ്നസ്സും ഇല്ല, ഞാൻ എന്ത് ചെയ്തു? പാപത്തിന് മരിച്ചു കിടക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആകെ ഉള്ള ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എന്നിൽ ഏതിനിൽ ദൈവം ജീവശ്വാസം ഊതിയതുപോലെ, അതും എൻ്റെ മെറിറ്റ് കൊണ്ടാണോ ഊതുന്നേ? അല്ല, കർത്താവ് ഊതുവാണെന്നേ ഉള്ളൂ. അപ്പം ഫുള്ളി ഡെഡ് ആയതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് എന്നിൽ എന്തുണ്ടാവത്തില്ല? ഉണ്ടാവത്തില്ല. ദൈവം എന്ത് ചെയ്യണം? ജീവശ്വാസം ഊതിയതുപോലെ ദൈവം എന്ത് ചെയ്യണം? ആ ഗിഫ്റ്റ് എനിക്ക് തരണം. കീബോർഡ് വായിക്കാൻ അറിയാത്ത എനിക്ക് ദൈവം ആ ഗിഫ്റ്റ് തരുമ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നത് പോലെ, കറങ്ങിച്ചാടാൻ പറ്റാത്ത എനിക്ക് കൃപ ലഭിച്ച് ആ ഗിഫ്റ്റ് തരുമ്പം ചെയ്യാൻ പറ്റുന്നത് പോലെ, നാച്ചുറലായിട്ട് ഫെയ്ത്ത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാതെ ഫുള്ളി ഡെഡ് ആയിട്ടുള്ള എനിക്ക് ദൈവം ആ ഗിഫ്റ്റ് തന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? വിശ്വസിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് ദൈവം കൊടുത്തത് അൺകണ്ടീഷണലായിട്ടാണ്. ആർക്കാ കൊടുത്തത്? ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. അതിനെന്തില്ല? കണ്ടീഷനില്ല. ദൈവം കൃപ കൊടുത്തപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? വിശ്വസിക്കാൻ പറ്റി. ആ വിശ്വാസം എന്തായി മാറി? ജസ്റ്റിഫിക്കേഷനിലേക്ക് ലീഡ് ചെയ്തു. ക്ലിയർ ആണേ? അടുത്തൊരു വാക്യം കൂടെ വായിച്ചു വെച്ച് റോമൻസ് 8:7-8 വായിച്ചേ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. നോക്കിക്കേ, ജഡത്തിന്റെ ചിന്ത എന്താണ്? ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യുന്നില്ല? കീഴ്പ്പെടുന്നില്ല. എന്തിന് കഴിയത്തുമില്ല? കീഴ്പ്പെടാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തുമില്ല. ആ സിമ്പിൾ ആസ് ദാറ്റ്. ഇതിനെയാണ് ഈ കാൽവിനിസ്റ്റിക് വ്യൂവിൽ ഇവർ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് കാൽവിനിസ്റ്റുകൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാൽവിനും വേണ്ട, അർമീനിയനും വേണ്ട, നമുക്ക് പോളും വേണ്ട, നമുക്കൊന്നും മതി. എന്ത് മതി? വിശുദ്ധ വേദപുസ്തകം മതി. ചിലപ്പം നമ്മളീ പറയുന്നത് കാൽവിൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് ചിലപ്പം ശരിയായിരിക്കാം, പക്ഷേ ഡസൻ മാറ്റർ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് പറയാൻ നാളെ നിജുയിസ്റ്റ് ആകുമോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പം നമുക്ക് പോളിസ്റ്റോ കാൽവിൻ ഇത് പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് ഇതാരാ പറഞ്ഞത്? പോളല്ലേ പറഞ്ഞത്. പക്ഷെ നമ്മളത് പരിശുദ്ധാത്മാവ് പോളിൽ കൂടെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളിതിനെ, അവിടെയാണ് സോളാ സ്ക്രിപ്ചൂരാട് ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ? നമ്മൾ സ്ക്രിപ്ചർ എലോൺ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ബിബ്ലിക്കൽ അതോറിറ്റിയുടെ മണ്ടയ്ക്ക് നിന്നാൽ മതി. അപ്പം നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ടെക്നിക്കൽ ടേം എടുക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യു ആർ ടോട്ടലി ഡിപ്രാവ്ഡ്. എന്തിന്? ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സ്വയമേ ദൈവത്തെ കണ്ടെത്താനുള്ള ഗുഡ്നെസ് നമ്മളിൽ എന്തില്ല? ഇല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം മനുഷ്യനെ നോക്കുന്നു, എല്ലാവരും പിൻവാങ്ങി കൊള്ളരുതാത്തവരായിത്തീരുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. ഇത് എവിടുന്നാ പറയുന്നേ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരുത്തനെ ഉണ്ടെങ്കിൽ ദാവീദ് ഒഴിച്ച്, യോഹന്നാൻ സ്നാപകൻ ഒഴിച്ച്, അല്ലെങ്കിൽ അബ്രഹാം ഒഴിച്ചെന്നല്ല പറഞ്ഞിരിക്കുക. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അത് എവിടെ നിന്നാ? ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പം ഒരുത്തനും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ നീതിയുടെ മറവിലല്ലാതെ നമുക്കെന്തില്ല? ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ റോമലേഖനത്തിൽ പറയുകയാണ്, സ്വയമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കീഴ്പ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തു വേണം? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ബിക്കോസ് യു ആർ ഫുള്ളി ഡെഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു വേണം? ആ ഗിഫ്റ്റ് തരണം, ആ കൃപ തരണം. അത് തരുന്നത് എന്താണ്? ദൈവമാണ്. അതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ എലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചേ, 1 കൊരിന്ത്യർ 2:14 വായിച്ചേ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് കൈക്കൊള്ളുന്നില്ല, അത് അവന് ദോഷത്വമാകും. രാജിവെച്ചാൽ അതെന്താ വായിച്ച്? നോക്കിയേ, പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല. അപ്പം പ്രാകൃത മനുഷ്യനായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നാച്ചുറലി ഐ കാണ്ട്. ഞാൻ ആരെങ്കിലും കർത്താവ് അങ്ങ് എത്ര വലിയവനെന്ന് പറഞ്ഞിട്ട്, നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇവിടെ പെന്തിക്കോസ്തിൽ ജനിച്ചു വളർന്ന ആൾക്കാർ കാണും, ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടോ. ഇന്നേ വരെ ഒരൊറ്റ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി കർത്താവ് എത്ര വലിയവനാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇതിന് വന്നു എന്ന്, ഇതിലിറങ്ങിയെന്ന് പറയുന്ന ഏതെങ്കിലും സാക്ഷ്യം കേട്ടിട്ടുണ്ട്? ഒന്നെങ്കിൽ രോഗസൗഖ്യം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി. നമുക്കല്ല ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലാതെ നമുക്ക് നമ്മളിൽ തന്നെ കൃപ കിട്ടിക്കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഗുഡ്നസ് കാണാം. അതല്ലാതെ പ്രാകൃത മനുഷ്യൻ എന്തില്ല? ദൈവത്തിനെ കണ്ടുപിടിക്കാനുള്ള അത്രയും ഗുഡ്നസ് ഒന്നും നമുക്കില്ലെന്നേ. നമ്മൾ അത്ര മോശമാണെന്നേ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമ്മളെന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഹാഫ് ഡെഡ് അല്ല, യു ആർ ഫുള്ളി ഡെഡ്. അതുകൊണ്ട് തന്നെ ബൈ നേച്ചർ നിങ്ങൾക്കിത് ഇനിഷ്യേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല? ഫെയ്ത്ത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ
ദൈവം എന്ത് ചെയ്തു? നിങ്ങളോട് കരുണ തോന്നുകയും നമ്മൾ ആദ്യം വായിച്ച ഒരുപാട് വാക്യങ്ങൾ വായിച്ചതുപോലെ ദാനമായ കൃപ, ദാനമായ വിശ്വാസം എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നു. ആ ഗിഫ്റ്റ് കിട്ടിയവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. അത് ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടീഷനിലല്ല, എന്താണ്? അൺകണ്ടീഷണലാണ്. ആ സിമ്പിൾ ആസ് ദാറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടീഷൻ ഇലക്ഷനെ തള്ളുന്നതെന്നും അൺകണ്ടീഷണൽ ഇലക്ഷൻ എടുക്കുന്നതെന്നും മനസ്സിലായോ? ഓക്കെ. ഇനി റിജു ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുക. സന്തോഷച്ചാനെ ന്യായവിധിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയപ്പം, സന്തോഷച്ചാനെ വിളിച്ചപ്പം 3 പേരെ വിളിച്ചു. 3 പേര് എന്താണ്? പ്രവൃത്തി വെച്ച് നോക്കിയപ്പോൾ അവന്മാർ എന്ത് ചെയ്യത്തില്ല? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു ചടവും നീതീകരിക്കപ്പെടുന്നില്ല. സന്തോഷച്ചാനെ വിളിച്ചപ്പം ദൈവം പറഞ്ഞു അവന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാ? അവനും മരിക്കേണ്ടവനാ, പക്ഷെ ആ മരണം എന്ത് ചെയ്തു? ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഇവരെ 3 പേരെ ഇവർക്കും വേണ്ടിയിട്ടല്ലേ ക്രിസ്തു മരിച്ചത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ തുടയ്ക്കുന്നില്ല, ബാക്കിയെല്ലാം തുടയ്ക്കാൻ പോവാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തുടയ്ക്കാമെന്ന് പറഞ്ഞ് എറേസ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ ആണോ?